ധവാന് ശേഷം പിന്നീട് ഒരു ക്യാപ്റ്റൻ സഞ്ജുവിനെ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് KL രാഹുൽ മാത്രമാണ്. സഞ്ജുവിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനുള്ള അവസരം നൽകുന്നു, 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. അതിനൊപ്പം മാച്ചിന് ശേഷമുള്ള പ്രസന്റേഷൻ സിരമണിയിൽ സഞ്ജുവിനെ വാനോളം പുകഴ്ത്തുന്നതിനൊപ്പം സഞ്ജുവിന് വേണ്ടത്ര അവസരം ലഭിച്ചിട്ടില്ലെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നു. ഒരു ഫുൾ ഫ്ലെഡ്ജിലുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു കളിക്കുന്ന അതേ പൊസിഷനിലാണ് രാഹുലും കളിക്കുന്നതെന്ന് ഓർക്കണം. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു ഫോമായാൽ തന്റെ ടീമിലെ സ്ഥാനത്തിന് ഭീഷണിയാവാൻ പോകുന്നവനാണ് സഞ്ജു എന്ന് ഓർക്കണം. എന്നിട്ടും അതൊന്നും ആലോചിക്കാതെ നിസ്വാർത്ഥമായി തന്നെയാണ് ടീമിന്റെ വിജയത്തിന് വേണ്ടി KL രാഹുൽ നിലകൊണ്ടത്. തീർച്ചയായും അതിന് അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെ പറയാം. സൗത്ത് ആഫ്രിക്കയുടെ 3-ാം ഏകദിനത്തിൽ ബാറ്റിംഗ് ദുഷ്കരമായിട്ടും 108 റൺസ് നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതാണ് സഞ്ജുവിന് ഗുണമായത്. സഞ്ജുവിലേക്ക് തിരിച്ചു വരുമ്പോൾ ടോസ് നഷ്ടമായി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ സഞ്ജുവിന്റെ സെഞ്ചുറി 108 റൺസ് കരുത്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസാണ് നേടിയത്. മുൻനിര തകർന്നു പോയി 3-ാമനായി ബാറ്റിംഗിനെത്തിയ സഞ്ജു ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശുകയായിരുന്നു.